നമ്മുടെ ഒരു ജില്ലയുടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലത്തിൻ്റെ 75-ാം പിറന്നാളാണ് ഇന്ന്. കൊല്ലം ജില്ല രൂപീകൃതമായിട്ട് 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതായത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി 1949 ജൂലൈ 1-നാണ് കൊല്ലം ജില്ലയുടെ ജനനം. വേണാട് സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായ കൊല്ലത്തിൻ്റെ 75-ാം പിറന്നാൾ ആഘോഷത്തിലേക്ക് പോകാം. രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അപ്പോൾ രാജ്കുമാർ ആദ്യം കൊല്ലത്തിനൊരു പിറന്നാൾ ആശംസ. ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും. അപ്പോൾ കൊല്ലം രൂപീകൃതമായിട്ട് നമ്മുടെ സംസ്ഥാനം കേരളം എന്ന പേരിൽ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ രൂപീകൃതമായതാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലം. അപ്പോൾ 75 വയസ്സുണ്ട് കൊല്ലം ജില്ലയ്ക്ക്. ഈ 75ൻ്റെ നിറവിലെത്തി നിൽക്കുമ്പോൾ കൊല്ലത്തെക്കുറിച്ച് കൊല്ലംകാരൻ എന്ന നിലയിൽ എന്താണ് രാജ്കുമാർ ചേട്ടന് പറയാനുള്ളത്? അതായത് നമ്മുടെ കൊല്ലം ജില്ലയുടെ കിഴക്കെന്ന് പറയുന്നത് ചെങ്കോട്ടയായിരുന്നു. ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള ചെങ്കോട്ടയാണ് കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗം. അതേസമയം വടക്കെന്ന് പറയുന്നത് അരൂരാണ്. നമ്മുടെ ഇപ്പോ എറണാകുളം, ആലപ്പുഴ അതിന്റെ ഭാഗത്ത് കിടക്കുന്ന അരൂരായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയുടെ വടക്ക് അതിർത്തി. അതായത് അക്കാലത്ത് ഈ കാർത്തികപ്പള്ളി, മാവേലിക്കര, അമ്പലപ്പുഴ, ചെങ്കോട്ട വരെ ഉൾപ്പെടുന്ന 12 താലൂക്കുകൾ കൊല്ലം ജില്ലയിലുണ്ടായിരുന്നു. പിന്നീടാണ് അന്ന് പത്തനംതിട്ട ജില്ലയൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് ഇത് മുഴുവനും മാറ്റി ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ പറയുന്ന 1949 ഇതില് രൂപീകരിക്കുന്ന സമയത്ത് അതായിരുന്നെങ്കിലും പിന്നീട് പതുക്കെ ഇതെല്ലാം മാറ്റി പത്തനംതിട്ട സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയി, ചെങ്കോട്ട കൊണ്ടുപോയി, അങ്ങനെ കൊല്ലം ജില്ല ചുരുങ്ങി. അതായത് ഇടനാടും മലനാടും തീരപ്രദേശവും ഉൾപ്പെടുന്ന മനോഹരമായ ഒരു പ്രദേശം, ഒരു ഭൂപ്രകൃതി. അതായത് നമ്മുടെ കേരളത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ ആര്യങ്കാവ് ചുരം കയറി ഇറങ്ങി താമരശ്ശേരി ചുരം ഇറങ്ങുന്നതാണ് കേരളം. ഒരു കുന്നാണ് ശരിക്കും പറഞ്ഞാൽ കേരളം. അതിന്റെ ഒരറ്റത്താണ് ഞങ്ങൾ കൊല്ലം ജില്ലക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കൂടുതൽ അഭിമാനമുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ വലിയ ഒരു തലോടൽ കൂടിയുള്ള പ്രദേശം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ കൊല്ലത്തിന്റെ ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണെങ്കിലും അടിമത്തത്തിനെതിരെ, ജാതീയതക്കെതിരെ ഉള്ള പോരാട്ടങ്ങളിൽ വലിയൊരു ഏടുകൾ തന്നെ, ഒരു ചരിത്രം തന്നെയുണ്ട്. പ്രത്യേകിച്ച് വില്ലുവണ്ടി സമരത്തിന്റെ ഭാഗമായി നടന്ന കല്ലുമാല സമരം, അങ്ങനെ ഈ മാറുമറക്കൽ സമരം, ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം ജില്ല. അത് ഇന്നും അതിന്റെ തിരുശേഷിപ്പുകൾ അവിടെ ഉണ്ട്. ഇതിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് അവിടെ സമരം നടന്നത്. പെരുന്നാട് ലഹള നമുക്ക് മറക്കാനേ കഴിയില്ല. അതേപോലെ ശൂരനാട് വിപ്ലവം, കടക്കൽ വിപ്ലവം, ഇതെല്ലാം കൊല്ലത്തിന്റെ നിർമ്മിതിയുടെ പ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള സമരങ്ങളാണ്. ഇതില് വിപ്ലവ സമരങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് കൊല്ലം ജില്ലയൊക്കെ രൂപീകൃതമായത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയായിരുന്നു കൊല്ലത്തിന്റെ ഒരു അടിസ്ഥാനം. അതില് ഈ സമുദ്ര ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇവിടെ ഈ വൈദേശികരായിട്ടുള്ള മാർക്കോപോളോ, അതേപോലെ ഇബ്നു ബത്തൂത്ത എന്നൊക്കെ പറയുന്ന ലോക സഞ്ചാരികൾ ഇവിടെ കൊല്ലത്ത് വന്നു പോയിട്ടുണ്ട്. അത് അവരുടെ ആ രേഖകളിൽ കൊല്ലത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് അവരത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കൊല്ലത്തിന് ഒരു വ്യാപാര ബന്ധമുണ്ടായിരുന്നു ചൈനയുമായിട്ട്. കുബ്ലൈ ഖാൻ, ചൈനയിലെ മഹാചക്രവർത്തി ആയിരുന്ന കുബ്ലൈ ഖാനുമായിട്ട് കൊല്ലം ജില്ലയ്ക്ക് വല്ലാത്തൊരു ഹൃദയബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പടയാളികൾ കൊല്ലം ജില്ലയുമായി ഏറെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതായത് ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു തുറമുഖമായിരുന്നു കൊല്ലം. അതൊക്കെ നമ്മളത് ഇന്ന് അതെല്ലാം ബക്കിംഗ്ഹാം കനാലൊക്കെ, അതിലൂടെയാണ് കടലിൽ നിന്ന് ഈ ബക്കിംഗ്ഹാം കനാൽ വഴിയായിരുന്നു കൊല്ലം നഗരത്തിലേക്കുള്ള വ്യാപാരം, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്നത്. ഇപ്പൊ ചീനവല, ചീനച്ചട്ടി, ചിന്നക്കട എന്നൊക്കെ പറയുന്നത് ചൈനയുടെ ഒരു ഇതിൽ നിന്ന് ലഭിച്ചതാണെന്നാണ് ഇതിന്റെ ഇപ്പൊ ഈ ചരിത്രകാരന്മാരും ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നവരൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ കൊല്ലം ജില്ലയ്ക്കുണ്ട്. മാത്രമല്ല, കുറച്ചു നാൾക്ക് മുമ്പ്, അതായത് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് വരെ കൊല്ലവും തൃശ്ശൂർ പോലെ തന്നെ ഒരു വലിയൊരു സാംസ്കാരിക ജില്ലയായിരുന്നു. ഇവിടെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ ONV കുറുപ്പ്, നമുക്ക് മറക്കാനേ കഴിയില്ല അദ്ദേഹത്തെ. ONV കുറുപ്പ്, ദേവരാജൻ മാസ്റ്റർ, കവി D വിനയചന്ദ്രൻ മാഷ്, അതേപോലെ ഈ KP അപ്പൻ, സാഹിത്യ നിരൂപകൻ KP അപ്പൻ, കാക്കനാടൻ, തിരുനെല്ലൂർ കരുണാകരൻ, അങ്ങനെ തുടങ്ങിയ ഒരു മഹാരഥന്മാരുടെ ഇടമായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി KPSC നടത്തിയ ആ നാടകം എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് കൊല്ലം ചവറയിലെ തട്ടാശ്ശേരിയിലാണ് അത് നടന്നത്. അന്ന് അവിടെ കൂടിയ ജനങ്ങൾ മുഴുവനും ഏറ്റവും അവസാനം ഇൻകുലാബ് സിന്ദാബ എന്ന് വിളിച്ചുകൊണ്ട് അവരാ വികാരഭരിതമായ ഒരു രംഗമായിരുന്നു. അത് നോക്കി നിന്ന പലരും, അല്ലെങ്കിൽ ആ ഇടതുപക്ഷത്തോട് അടുപ്പമുണ്ടായിരുന്ന പലരും, ഞങ്ങളും കമ്മ്യൂണിസ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടം വിട്ടത്. അതല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ഇടം കൂടിയാണ് കൊല്ലം ജില്ല. അതാണ് ഇന്നിപ്പോൾ 75 വർഷം
ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് നാടകരംഗത്തിലേക്ക് വരുമ്പോൾ കൊല്ലത്തെ അൻസാർ ലോഡ്ജ്, അതുപോലെ കാളിദാസ കലാകേന്ദ്രം, ഈ മാധവൻ അദ്ദേഹത്തിന്റെ കാളിദാസ കലാകേന്ദ്രം, ഇതിനെല്ലാം തന്നെ ഈ പെരുമ ഇത് നമുക്ക് പറഞ്ഞാലും തീരില്ല. അൻസാർ ലോഡ്ജ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഴുവനും നാടക ട്രൂപ്പുകളുടെ ഓഫീസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ എവിടെ എന്ത് പരിപാടി ഏത് ജില്ലയിൽ നടക്കണമെങ്കിലും കൊല്ലത്ത് ഒന്ന് ബുക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യമായിരുന്നു. അത് അൻസാർ ലോഡ്ജ് ആയിരുന്നു അതിന്റെ ഒരു കേന്ദ്രം. അതുപോലെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ രവീന്ദ്രനാഥൻ നായർ, ജനറൽ പിക്ചേഴ്സ് രവി, അച്ചാൻ രവി, അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച് കേരളത്തിന്റെ ആ ഒരു സിനിമാ പ്രശസ്തി ലോക സിനിമകളുമായി അവിടെ എത്തിച്ചു. അങ്ങനെ പല കലാകാരന്മാർക്കും ആ രവീന്ദ്രനാഥൻ നായരുടെ ആ പണം കൊണ്ട് അങ്ങനെ സിനിമകൾ രൂപം കൊണ്ടു, നടന്മാർ രൂപം കൊണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. ഒപ്പം തന്നെ കശുവണ്ടി മേഖല, അത് കൊല്ലത്തിന്റെ അങ്ങനെ നോക്കിയാൽ പാവപ്പെട്ട ജനതയൊന്നും കശുവണ്ടി കഴിച്ച് അങ്ങനെ ജീവിച്ചിരുന്നവരൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മൾ ഇവിടുത്തെ അതിന്റെ സ്കിൽ ലേബേഴ്സ്, കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കശുവണ്ടി മേഖലയിലെ നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾ. അവരായിരുന്നു അതിന്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത്, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇന്നും അതിന്റെ കശുവണ്ടിയുടെ ഇത് ഇപ്പൊ കുറഞ്ഞു വരുന്നെങ്കിലും കമ്പനികളെല്ലാം പലതും മെക്കനൈസേഷനിലേക്ക് പോകുന്നു. അപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിപ്പോ കാഷ്യൂ കോർപ്പറേഷൻ ആണെങ്കിലും കാപെക്സ് ആണെങ്കിലും അവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകി ആ മേഖലയും ഇപ്പോൾ ഉണർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം തന്നെ സ്വകാര്യ ഫാക്ടറികൾ, അവരുടെ പങ്കും നിസ്തുലമാണ്. ആ നിലനിൽക്കുന്നവരെ ഗവൺമെന്റ് നല്ല നിലയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്, വ്യാപാര മേഖലയാണ്. വിദേശ രാജ്യങ്ങളുമായി മത്സരിക്കണം, നമുക്ക് ആവശ്യമുള്ള മുഴുവനും തോട്ടണ്ടി ഇവിടെ ലഭ്യമല്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ അത് കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ കൈത്തറി, ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും കൊല്ലത്തിന്റെ ചരിത്രം പറഞ്ഞാൽ തീരില്ല രാജ്കുമാർ. നമ്മുടെ ചരിത്രവുമായും സംസ്കാരവുമായും ഒക്കെ ഇഴചേർന്ന്, കലയുമായൊക്കെ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു മണ്ണാണ് കൊല്ലം. രാജ്കുമാർ, ഒരുപാട് സന്തോഷം രാവിലെ കൊല്ലത്തിന്റെ പെരുമ പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടിയതിന്. താങ്ക് യു.